എല്ലാരും ഭയങ്കര കൈയടിയായിരുന്നു. ഓ സാറൊക്കെ എണീച്ച് എന്നിട്ടെന്തോന്ന്, എന്നിട്ട് ഞാൻ ഇങ്ങനെ കറങ്ങിയൊക്കെ നിന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞ് വേണ്ട, ആ കുട്ടി ഇത്ര ആഗ്രഹിച്ച് നിന്നല്ലേ, നായകവേഷം ആ കുട്ടിക്ക് തന്നെ കൊടുത്തേക്ക്, എനിക്ക് വേണ്ട, ഞാൻ അങ്ങ് സ്വയം ഒഴിഞ്ഞു. അങ്ങനെ പറഞ്ഞാണ്, അല്ലാതെ നിന്നെ അവര് മൈൻഡ് ചെയ്യാത്തോണ്ടല്ലോ. അങ്ങനല്ല, ഞാൻ പറഞ്ഞില്ല അവർക്കൊക്കെ ചെറിയ അസൂയ എന്റെ തൊണ്ടേ. ശരിയാണ്, അസൂയുണ്ട്. എന്തിനെന്ന് ചോദിച്ചോക്ക്. എന്തിനടി? അത് ഞാൻ ഇത്ര നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. നിന്റെ അഭിനയം ആര് കണ്ടേക്കുന്നു ഇവിടെ ഉള്ളവരല്ലാതെ? ഞാൻ അവിടെയും കാണിക്കാറുണ്ട്, ഇവിടെ തന്നെ കട്ടിങ് കൂടുതല്. എടി ഇത് സെയിം നമ്പർ അല്ലടി നീ കഴിഞ്ഞ ആഴ്ച ഞങ്ങളെടുത്ത് അടിച്ചത്. എപ്പ അമ്മ? മറ്റേ ഓണം സെലിബ്രേഷന്റെ തിരുവാതിരക്കളിയുടെ കേസില്. ഡയലോഗ് എങ്കിലും മാറ്റി പിടിച്ചൂടെ നിനക്ക്? ഡയലോഗ് ഞാൻ ചെറുതായി മാറ്റിയിരുന്നില്ലമ്മ. മാറ്റിയില്ല, സെയിം ഡയലോഗ് ആയിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എന്റെ മോളുടെ ഡയലോഗ് അല്ലേ അമ്മ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. സീരിയസ് ആയിട്ട് പറഞ്ഞത്. എടി തള്ളി മറിക്കണ എനിക്കൊരു പരിധി വേണ്ടേ? അങ്ങനെ പരിധിയൊന്നുമില്ല തള്ളിന്ന്. ഒന്നുമില്ല, നിന്റെ അച്ഛനും അമ്മയാണ്, നിന്നെ നോക്കി വളർത്തുന്ന ആൾക്കാരാണ്. നമ്മൾ ഇങ്ങനെ അങ്ങ് കൊല്ലരുത്. പ്രാവശ്യം പറഞ്ഞു എന്റെ ഫോൺ എടുക്കരുതെന്ന്. നിന്റെ ഫോൺ നിന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്, ഞാൻ ഇപ്പൊ എടുത്തില്ലല്ലോ. അമ്മ ഇവളെ എന്റെ ഫോൺ എടുത്തിട്ട് എന്റെ ഫ്രണ്ടിനോട് എന്തൊക്കെ പറഞ്ഞെന്നറിയോ? എന്തൊക്കെ പറഞ്ഞു? എന്റെ ഫ്രണ്ട് റിയ അച്ഛൻ അറിയാലോ, അവളെ കയറി ഇവള് ചോദിത്തവളാന്ന് വിളിച്ചു. അയ്യോ എന്തോന്ന് മോളെ ഇതൊക്കെ? അച്ഛാ, ആ കൊച്ചിന്റെ പേരല്ലേ ഞാൻ വിളിച്ചോളൂ, വേറെ ഒന്നും വിളിച്ചില്ലല്ലോ. അവളുടെ പേരാ? നീ ആരുടെ അവളെ ചോറിത്തവളാന്നൊക്കെ പറയാനായിട്ട്? ഒന്നാമത് അവളെ ഇരട്ട പേരായിരുന്നു. ഇത് കാരണം അവളിപ്പോ എന്റെ അടുത്ത് മിണ്ടുന്നോലും ഇല്ല. അതുകൊണ്ട് അവൾ നിന്റെ അടുത്ത് മിണ്ടാത്ത എന്റെ കാര്യമായിപ്പോയി. നിനക്ക് എന്താണ് ഇപ്പം? എന്റെ ഫോൺ ആവശ്യമില്ലാതെ എടുത്തിട്ട് അനാവശ്യമായിട്ട് മെസ്സേജ് വായിച്ചിട്ട് നീ കൂടുതൽ ഇറങ്ങി വാദിക്കല്ലേ. നീ എവിടെ ചാടി പോണേ? നീ പിന്നെ അടിച്ചെന്തിനാ? നീ ഇത് ചെയ്തോണ്ട് അടിച്ചത് ശരിയായില്ല. എന്തൊക്കെ ചെയ്താലും ശരി, അടി പറ്റൂല കേട്ടോ. അപ്പൊ ഇവള് ചെയ്തത് ശരിയാണെന്നാണ് അമ്മ പറയണേ. അവള് ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞത്, പക്ഷെ നീ ചെയ്തത് തെറ്റാണ്. ഇപ്പൊ